ത്തിനും സാമൂഹ്യനീതിക്കും അധികാര വികേന്ദ്രീകരണത്തിനും ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. മത തീവ്രവാദ കക്ഷികളും കേരളത്തിലെ വലതുപക്ഷവും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി നമ്മുടെ മൂല്യവത്തായ സംസ്കാരത്തെ പുറകോട്ടടിപ്പിച്ച് നാടിനെ മുമ്പുണ്ടായിരുന്ന മതാധിഷ്ഠിത ഫ്യൂഡൽ വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുന്നു. സത്യമെന്നത് വെറുമൊരു വാക്കല്ലെന്നും മറിച്ച് ജീവിതാവസാനം വരെ മുറുകെ പിടിക്കേണ്ട ധാർമ്മികതയുമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിച്ച ഗാന്ധിജിയുടെ അനുയായികളെന്ന് പറയപ്പെടുന്ന ഗാന്ധി ശിഷ്യർ വീണ്ടും വീണ്ടും മഹാത്മാവിനെ കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളി തന്നെയാണ്. സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ നിക്ഷിപ്ത താൽപ്പര്യക്കാർ വെമ്പൽ കൊള്ളുന്നത്. മഹാത്മാഗാന്ധിജിയുടെ പാത പിന്തുടർന്നു വന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ് കോൺഗ്രസ്. മതനിരപേക്ഷതയോട് നിരവധി ഘട്ടങ്ങളിൽ വഞ്ചന കാണിച്ച ചരിത്രം കോൺഗ്രസിനുണ്ട്. ഇരുൾ വിഴുങ്ങുന്ന ഇന്ത്യയിൽ പ്രതീക്ഷയുടെ തുരുത്താണ് കേരളം. കേരളത്തെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് എറിഞ്ഞുകൊടുക്കാൻ സംഘപരിവാർ ശക്തികളുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്നും മറ്റത്തൂർ മോഡൽ സഖ്യം ഉയർന്നു വരികയാണ്. രാഷ്ട്രീയ ചരിത്ര സ്മരണകൾ നിറഞ്ഞ ഈ നാടിനെ വർഗീയതയുടെ കാൽക്കീഴിൽ അടിയറ വയ്ക്കാൻ അനുവദിക്കില്ലെന്നും മനുഷ്യവിരുദ്ധ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ ജീവൻ കൊടുത്തും പോരാടുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.